വിയൂർ ദേശത്തു നിന്നും കിരൺ കുമാറും ചേരുകയാണ്. കിരൺ, അല്പസമയം മുമ്പ് വിയൂർ ദേശത്തിൻ്റെ വിശേഷങ്ങൾ കണ്ടപ്പോൾ അവിടെ എല്ലാ ഒരുക്കങ്ങളും ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പുലികളാണ് പല നിറങ്ങളിൽ പല വർണ്ണങ്ങളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരുക്കങ്ങൾ ഇത്തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര മണിക്കായിരിക്കും ഈ ശക്തൻ്റെ തട്ടകത്തിലേക്ക് ഈ പുലിക്കൂട്ടങ്ങൾ ഇറങ്ങുക എന്നതിനെ സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു സമയക്രമം അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? കെ.പി, നേരത്തെ നമ്മൾ ലൈവുകളിലൊക്കെ സൂചിപ്പിച്ചതിനേക്കാൾ കൂടുതൽ, അതായത് ആ ഒരുക്കങ്ങൾ അതിൻ്റെ ഒരു 80% കൂടി എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ആ ഒരുക്കങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ പുലികൾ വേഷങ്ങൾ പൂർത്തിയാക്കി അവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ വിയൂർ ദേശത്താണുള്ളത്. ഇവിടെ ചില ചെറിയ പുലികൾ ഉണ്ട്, കുട്ടിപ്പുലികളുണ്ട്. മോനെ പേരെന്താ? ആരവിന് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ പുലിവേഷം വരക്കുന്നത് ആരവിന്റെ അമ്മയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പേരെന്താണ്? രോഹിണി. ആരവ് ആദ്യമായിട്ടാണോ പുലിവേഷം? ഫസ്റ്റ് ടൈമാണ്. ഞാനും ഫസ്റ്റ് ടൈമാണ്. എങ്ങനെയാണ് ഈ പുലിവേഷം ചേച്ചി വരക്കാറുണ്ട്, അതുകൊണ്ട് തയ്യാറായത്? ഞാൻ വരയ്ക്കാറില്ല. കഴിഞ്ഞ തവണ വെറുതെ ടച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നിന്നിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ഇവന് വരച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരച്ചു കൊടുക്കും. അപ്പൊ ഈ നേരത്തെയും ഇങ്ങനെ പുലികളി സംഘത്തിന്റെ കൂടെ വരക്കാനൊക്കെ എത്തിയിട്ടുണ്ട്? ഇല്ല, എത്തിയിട്ടില്ല. കഴിഞ്ഞ തവണ പറയുമ്പോൾ ലാസ്റ്റ് ടൈമില് ഒന്ന് ടച്ച് ചെയ്ത് അങ്ങനെ പുള്ളിയൊക്കെ കുത്തിലില്ലേ, അതുപോലെയൊക്കെ ആയിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ മകനെ സ്വയം തയ്യാറാക്കിയാന്ന് വിചാരിച്ചു. പിന്നെ ടെൻഷൻ ഇല്ലാണ്ട് ചെയ്യാലോ, മകനല്ലേ, അതൊന്നും പറയാനില്ല. അങ്ങനെ ഒരു ഇതില്. എങ്ങനെയാണ് ഈ വരക്കാനുള്ളൊരു പരിചയം? സാധാരണ വരക്കാറുണ്ടോ? സാധാരണ വരക്കലുണ്ട്. ഞാൻ കോസ്റ്റ്യൂം ഡിസൈനറാണ് ആക്ച്വലി. പിന്നെ ബൊട്ടീക്ക് ഉണ്ട്, വെസ്റ്റ് ഫോർട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ദേഹത്തിൽ വരയ്ക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഫുൾ ടൈം അനങ്ങിക്കൊണ്ടിരിക്കുമല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവരൊക്കെ പെട്ടെന്ന് വരച്ച് തീർക്കും. ഞാനിപ്പോൾ ഈ പെയിന്റിനും ഇതുണ്ടല്ലോ, ഇത് ഇനാമൽ പെയിന്റ് നല്ല ടൈറ്റ്നെസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ഏതായാലും ഒരു പുലിയുടെ അമ്മ തന്നെ മേക്കപ്പ് ഇടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇനി ഈ നിരവധി പുലികൾ, അതായത് പലതരത്തിലുള്ള പുലികൾ രാവിലെ മുതൽ തന്നെ തയ്യാറായിരിക്കുന്നുണ്ട്. വരയും പുലിയും കരിമ്പുലിയും അങ്ങനെ പലതരത്തിലുള്ള പുലികളെല്ലാം തന്നെ വിയൂർ ദേശത്തിനുണ്ട്. ചേട്ടാ, ഇത് എന്ത് പുലിയാണത്? ഇത് സാധാരണ പുലിയുണ്ട്. ഇതെന്തായാലും സാധാരണ പുലിയല്ല, അല്ല, കരിമ്പുലിയാണ്. എങ്ങനെയാണ് ഇനി ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ എല്ലാം തീരാറായോ? വരച്ച് ഇല്ല, കുറച്ച് ഫിനിഷിംഗ് കൂടി ഉണ്ട്. മാഷിന്റെ അവിടെ വരച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ ഇത് ഉണങ്ങാൻ കാത്തിരിക്കുകയാണോ? ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അത് ഉണങ്ങിയിട്ട് വേണം ഞാൻ അടുത്തത് ഇതിന്റെ മുകളിൽ വരണത് പെയിന്റ് ചെയ്യാം. ഏതായാലും നേരത്തെ ഈ വിയൂർ ദേശത്തിന് 51 പേരാണ് ഇത്തവണ ഇറങ്ങുന്നത്. അതേസമയത്ത് തന്നെ പെൺപുലികളും ഈ വിയൂർ സെൻട്രൽ ദേശത്തിനോടൊപ്പം ഉണ്ട്. ഇതിനെല്ലാ പുലികളെല്ലാം തന്നെ അവരുടെ തയ്യാറെടുപ്പുകളൊക്കെ ഏറെക്കുറെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് കോട്ട് അവരുടെ ഈ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വളരെ വൈകാതെ തന്നെ അടുത്ത കോട്ട് കൂടി അടിച്ചു കഴിഞ്ഞാൽ വൈകിട്ടോടുകൂടി തന്നെ പുലികൾ എല്ലാം തന്നെ ഇറങ്ങാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്. അവരുടെ ഏകദേശം ഒരു 80% തന്നെയുള്ള പുലിയെ വരക്കുന്ന പ്രവൃത്തികളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. യെസ്, വിയൂർ ദേശത്തു നിന്നും കിരൺ കുമാറാണ് വിവരങ്ങൾ.